കാത്തിരിപ്പിന് വിരാമമിട്ടുകൊണ്ട് 2024 സംസ്ഥാന ചലച്ചിത്ര അവാർഡുകളൊക്കെ പ്രഖ്യാപിക്കാനിരിക്കുകയാണ്. ഇപ്പോൾ ഇത്തവണത്തെ ബെസ്റ്റ് ആക്ടർ അവാർഡ് ആര് സ്വന്തമാക്കുമെന്ന് അറിയാൻ വേണ്ടിയുള്ള ആകാംക്ഷയിലാണ് ഓരോ സിനിമാ പ്രേമികളും. മലയാളത്തിലെ ചെറുതും വലുതുമായിട്ടുള്ള മമ്മൂട്ടി, ലാലേട്ടനുമടക്കം വമ്പൻ താരങ്ങളുടെ അതോടൊപ്പം യുവതാരങ്ങളുടെ ലിസ്റ്റ് ഈ ഒരു പട്ടികയിലുണ്ട്. ആരായിരിക്കും ഇത്തവണ ബെസ്റ്റ് ആക്ടർ അവാർഡ് സ്വന്തമാക്കുമെന്ന് അറിയാൻ വേണ്ടിയുള്ള ആകാംക്ഷയിലാണ് സിനിമാ പ്രേമികൾ. ഭ്രമയുഗത്തിലെ പ്രകടനത്തിലൂടെ മമ്മൂട്ടി ഇത്തവണ സാധ്യതാ പട്ടികയിൽ ഇടം പിടിച്ചിട്ടുണ്ട്. അതോടൊപ്പം തലവൻ, അഡിയോസ് അമീഗോ, ലെവൽ ക്രോസ്, കിഷ്കിന്ധാകാന്ഡം തുടങ്ങിയ 4 സിനിമകളിലൂടെയാണ് ആസിഫ് അലി ഇത്തവണ മികച്ച നടനായിട്ടുള്ള മത്സരത്തിനെത്തുന്നത്. കിഷ്കിന്ധാകാന്ഡം എന്ന് പറയുന്ന സിനിമയിലെ തന്നെ മികച്ച പ്രകടനത്തിലൂടെ വിജയരാഘവനും ബെസ്റ്റ് ആക്ടർ പദവിയിലോട്ട് മത്സരത്തിനെത്തുന്നുണ്ട്. മലൈക്കോട്ടെ ബാലുൻ എന്ന് പറയുന്ന സിനിമയിലൂടെ ലാലേട്ടനും, ഫഹദ് ഫാസിൽ ആവേശം എന്ന് പറയുന്ന സിനിമയിലൂടെ, അജയന്റെ രണ്ടാം മോഷണം എന്ന് പറയുന്ന സിനിമയിലൂടെ ടൊവിനോ തോമസും ഇത്തവണ ബെസ്റ്റ് ആക്ടറിനുള്ള മത്സരത്തിലുള്ള പ്രതീക്ഷകൾ ഏറുന്ന താരങ്ങളായിട്ട് മാറിയിട്ടുണ്ട്. എന്തൊക്കെയാണ് പുരസ്കാര പ്രഖ്യാപനം സംബന്ധിച്ച് സോഷ്യൽ മീഡിയ ചർച്ചകൾ വലിയ രീതിയിൽ സജീവമായിട്ട് വരുന്നുണ്ട്. ഇതിൽ മുൻനിരയിൽ കേൾക്കുന്ന പേരുകൾ ആസിഫ് അലിയുടെയും മമ്മൂട്ടിയുടെയാണ്. കൊടമൻ പൂറ്റി എന്ന് പറയുന്ന കഥാപാത്രമായിട്ട് മമ്മൂട്ടി ഭ്രമയുഗം എന്ന് പറയുന്ന സിനിമയെ തകർത്താടിയിട്ടുണ്ടായിരുന്നു. അതേസമയം 4 സിനിമകളിലാണ് ആസിഫ് അലി തന്റെ കരിയർ ബെസ്റ്റ് പെർഫോമൻസ് കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നത്. അതിൽ തന്നെ കിഷ്കിന്ധാകാന്ഡം, അതോടൊപ്പം തലവൻ, ലെവൽ ക്രോസ് ചിത്രങ്ങളെല്ലാം തന്നെ ഒന്നിനൊന്ന് വ്യത്യസ്തങ്ങളായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ ഇത്തവണത്തെ സാധ്യതാ ലിസ്റ്റിനുള്ളിൽ ബെസ്റ്റ് ആക്ടറായിട്ട് മാറാൻ സാധ്യതയുണ്ടെന്ന് എനിക്ക് തോന്നുന്നത് ആസിഫ് അലിയാണ്. അതേസമയം മമ്മൂട്ടിയും നമുക്ക് കുറച്ച് പറയാൻ സാധിക്കത്തില്ല. എന്തൊക്കെയാണ് കാത്തിരിക്കാം ആരായിരിക്കും ഇത്തവണത്തെ ബെസ്റ്റ് ആക്ടർ അവാർഡ് സ്വന്തമാക്കുന്നതെന്ന് അറിയാൻ വേണ്ടി. അപ്പോൾ ഈ ഒരു ലിസ്റ്റിലുള്ള താരങ്ങളെ ആര് സ്വന്തമാക്കണമെന്നാണ്, അല്ലെങ്കിൽ ഈ ഒരു സിനിമകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫേവറേറ്റ് ചിത്രം ഏതെന്ന് കമൻറ്റ് ബോക്സിൽ പങ്കുവെക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട.